രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഏറെ കണ്ട മണ്ണാണ് കേരളം. രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇനി ആരുടെയും കണ്ണുനീർ വീഴരുത് എന്ന് പൊതുസമൂഹം ആഗ്രഹിക്കുന്നുമുണ്ട്. ഒടുവിൽ കണ്ണൂരിലെ കണ്ണപുരത്ത് റിജിത്തിനെ കൊന്ന കേസിൽ കോടതിയുടെ ശിക്ഷാവിധി വന്നു. കേസിലെ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തമാണ് ശിക്ഷ വിധിച്ചത്. കൊലപാതക രാഷ്ട്രീയത്തിനെതിരായ താക്കീതായി ഇത്തരം കോടതി വിധികൾ മാറുമോ എന്ന ചോദ്യമാണ് പൊതുജനം ഉന്നയിക്കുന്നത്. മക്കളെ ഇല്ലാതാക്കി ശിക്ഷ കിട്ടാൻ വേണ്ടിട്ട് അതെ വധശിക്ഷ തന്നെ പ്രതീക്ഷിച്ചത്. ഒരിക്കലും അവര് പുറത്തു വരാൻ പാടില്ല. അവിടുന്ന് തന്നെ അവരുടെ ജീവിതം തീരണം. അതാണ് എനിക്ക് വേണ്ടത്. സമീപകാലത്ത് പ്രഖ്യാപിക്കപ്പെട്ട 2 രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ശിക്ഷാവിധിക്ക് ശേഷം നമ്മൾ കണ്ട കണ്ണീർ കാഴ്ചകളാണിവ. കണ്ണപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്തിന് കൊല്ലപ്പെടുമ്പോൾ വയസ്സ് 25 കൊല്ലപ്പെട്ട പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന് 19 ശരത്ലാലിന് 23 പ്രായം. ജീവിതമേറെ ബാക്കിയുള്ള ചെറുപ്പക്കാർ. റിജിത്ത് വധക്കേസിൽ കുടുംബത്തിന് നീതി ലഭിക്കാൻ 19 വർഷം കാത്തിരിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ വിചാരണ അനന്തമായി നീളുന്നത്? കണ്ണൂർ ജില്ലയിൽ രാഷ്ട്രീയ വധക്കേസുകൾ ഉൾപ്പെടെ 178 വിധി കാത്തു നിൽക്കുകയാണ്. 1998 ചൊക്ലിയിലെ BJP പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ ഉൾപ്പെടെ വിചാരണ പാതി വഴിയിലാണ്. സർക്കാർ കുറച്ചും കൂടി നിയമ സംവിധാനത്തിന് അതിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് കുറച്ചും കൂടി ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, ഇവിടെ തന്നെ ഉയർന്നു വരുന്ന കോടതിയും മറ്റ് ജില്ലകളിലെ പല കോടതികളും ഉയർന്നു വരുന്നുണ്ട്. LDF സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടി നൽകിയാൽ മാത്രമേ ഈ വൈകുന്ന നീതി എപ്പോഴും നിഷേധിക്കുന്നതിന് തുല്യമായിരിക്കും. അത് ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്ത് രാഷ്ട്രീയത്തിന്റെ പേരിലായാലും മനുഷ്യന്റെ ജീവനെടുക്കുന്ന പോർവിളികൾ അംഗീകരിക്കാനാവില്ല. അതിനുള്ള ശക്തമായ താക്കീതാവണം നിയമ നടപടികൾ. ഏത് നിറത്തിൽ ചാലിച്ചതായാലും ഇനിയും നമ്മുടെ നാട്ടിൽ രക്തസാക്ഷി മണ്ഡപങ്ങൾ ഉയരാതിരിക്കട്ടെ. കണ്ണൂരിൽ നിന്നും അരുൺ പൂപ്പറമ്പ, 24. പൊതുജനം കഴുതയല്ല സാർ,